ഇതാണ് ഉഹദ് യുദ്ധരണാങ്കളം. ആ കെട്ടിന്റെ ഉള്ളിലാണ് ഹംസ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ ജഹ്ഷ്, മിസ്അബ് ബിൻ ഉബൈർ റളിയല്ലാഹു അൻഹും എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബദർ യുദ്ധത്തിലെ പരാജയത്തിന് പ്രതികാരം ചെയ്യാൻ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 3000-ലധികം ഖുറൈശികൾ ഹിജ്റ 3-ാം വർഷം മദീനയെ ലക്ഷ്യമാക്കി നീങ്ങി. മുസ്ലിം പക്ഷത്ത് വെറും 700 പേർ മാത്രമായിരുന്നു. യുദ്ധത്തിൽ ആദ്യ വിജയം മുസ്ലിങ്ങൾക്കായിരുന്നു. ഒടുവിൽ മുസ്ലിങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നു. ഹംസ റളിയല്ലാഹു അൻഹു വഹ്ശിയുടെ ചാട്ടുളിയേറ്റ് ഷഹീദായതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുണ്ടിനും മുഖത്തും മുറിവ് പറ്റുകയും പല്ല് പൊട്ടുകയും ചെയ്തത് ഈ യുദ്ധത്തിലാണ്. 70ഓളം മുസ്ലിങ്ങൾ ഈ യുദ്ധത്തിൽ ഷഹീദായി. അനുസരണം, ധൈര്യം, ക്ഷമ, തവക്കുൽ എന്നിവയിൽ തങ്ങളുടെ പോരായ്മ മനസ്സിലാക്കുവാനും അത് നികത്തുവാനും ധാരാളം പാഠങ്ങൾ അനുഭവത്തിലൂടെ സത്യവിശ്വാസികൾക്ക് ലഭിച്ച ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം.